Hey all, welcome back to yet another vlog. ഇതൊരു സൺഡേ മോർണിംഗ് വ്ലോഗാണ്, അഥവാ വെരി ഹെക്ടിക് ആൻഡ് വെരി ബിസി ഡേ ഇൻ മൈ ലൈഫ്. യൂഷ്വലി സൺഡേ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ചില്ലിങ്, ഗോയിങ് ഔട്ട്, ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി വേറെയാണ് സംഭവം. നമ്മൾ റീറ്റെയിൽ ബിസിനസ്സിലായതുകൊണ്ട് സാറ്റർഡേ സൺഡേ ഓർ വീക്കെൻഡ് ഇച്ചിരി തിരക്കായിരിക്കും. അപ്പോൾ അതുപോലത്തെ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു 2-3 വീഡിയോസിലെ ഇങ്ങനെ ഹാബിറ്റ്സ് ഇല്ലെങ്കിൽ എന്താ പറയുക, ഡേ ബിഫോർ, നൈറ്റ് ബിഫോർ സംഭവം എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുന്ന പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നൈറ്റ് ബിഫോർ നെക്സ്റ്റ് ഡേത്തേക്ക് എന്താ വെക്കേണ്ടത്, എന്താണ് എൻ്റെ പ്ലാൻ എല്ലാം ഞാൻ എഴുതി വെക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി വെരി സിമ്പിൾ ആൻഡ് ക്വിക്കാണ്. ഇറ്റ് ഈസ് ഫ്രഞ്ച് ടോസ്റ്റ്. ഫ്രഞ്ച് ടോസ്റ്റ് അഥവാ ബ്രെഡ് ടോസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതിന് അനുസരിച്ചാണ് ഞാൻ ലഞ്ചും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ആക്ച്വലി ലഞ്ച് മെനു എന്താണെന്ന് ചോദിച്ചാൽ ചെമ്മീൻ റോസ്റ്റും രസം, ചോർ ആൻഡ് വെണ്ടക്കത്തോരൻ. ഈ ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയുമ്പം അത് ക്ലീനിങ് കുറച്ച് സമയമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള മെനുവിലുള്ളത്, അത് രസം, വെണ്ടയ്ക്ക, പിന്നെ അത് കുറച്ചൊന്ന് സിമ്പിൾ, പിന്നെ രാവിലെയും സിമ്പിളാണ് ആക്കിയത്. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ, നേരത്തെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ പറയുമ്പം ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഇത് മുട്ട, പാല്, പഞ്ചസാര, പിന്നെ ഞാൻ കുറച്ച് ഏലക്ക ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടു കേട്ടോ. ഇത് ഹെൽത്തിയും ആണ്. ഹെൽത്തി ഇൻ ദ സെൻസ് ബ്രൗൺ ബ്രെഡിൽ ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ കുറച്ച് ഷുഗർ ഇടും. ബട്ട് ഓബ്വിയസ്ലി മുട്ടയും പാലും ആകുമ്പോൾ നല്ലതാണല്ലോ. നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഗീയിൽ റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചിലർ ബട്ടറും യൂസ് ചെയ്യും കേട്ടോ ഇതിനകത്ത്. ബട്ടർ ആണെങ്കിൽ കുറച്ചൊന്ന് ഉപ്പിൻ്റെ, ഇപ്പം സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ കുറച്ചുകൊണ്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് വരും. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്, ക്വിക്കാണ്. ആൻഡ് പിള്ളേർക്ക് ഈ സ്നാക്ക് ബോക്സ് ഇല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാനായിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പം എൻ്റേത്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ യൂഷ്വലി ഞാൻ ലോണ്ട്രിയുടെ പരിപാടികൾ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പം അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ലോണ്ട്രി ആകുമ്പോൾ ഐ നീഡ് ടു ചേഞ്ച് വാട്ടർ, റൈറ്റ്? അപ്പോൾ ഞാൻ കിച്ചണിലുള്ള സമയത്ത് ലോണ്ട്രി ചെയ്യുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് സൈഡ് ബൈ സൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കിടക്കുമ്പം ആദ്യം തന്നെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുക ടൈം എടുക്കുന്ന സാധനങ്ങൾ ആദ്യം ചെയ്യാൻ നോക്കാൻ. സി, ചോറിൻ്റെ പ്രിപ്പറേഷൻ, അതായത് റൈസ് തിളപ്പിക്കുന്ന വെച്ചാൽ ചിലർ കുക്കറിൽ വെക്കും. ഫോർ ദം ഇറ്റ്സ് ഓക്കെ. ബട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പാത്രത്തിലാണ് വെക്കുക. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുകൊണ്ട് ഞാൻ ആദ്യം അത് ചെയ്യും. പിന്നെ നെക്സ്റ്റ് കറി, ഏത് കറിയാണോ പെട്ടെന്ന് സമയം എടുക്കുന്നത്, അപ്പോൾ ആ ഒരു ടൈമിൽ വി ക്യാൻ പ്രിപ്പയർ ദ അതർ തിങ്സ്. ഇപ്പോൾ തോരൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഫ്രൈയിലുള്ള ഐറ്റംസ് ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് ചെമ്മീനാണ് വെക്കുന്നത്. അപ്പം അതിനനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ, പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ ആ ഒരു ടൈമിൽ കറി സൈഡിൽ തിളച്ചുകൊണ്ടിരിക്കും, ചോറ് സൈഡിൽ തിളച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ടൈമിൽ നമുക്ക് വേസ്റ്റ് ആവത്തില്ല ടൈം. അപ്പോൾ ഇതുപോലെ നമ്മൾ ടൈം മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, കുറച്ച് അധികം ഫ്രീ ടൈം പിന്നീടത്തേക്ക് കിട്ടും. പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം, ബേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യണം ഇതുപോലെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ മെനുവിലെ നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് വെച്ചാൽ രസമാണ്. രസം വെരി കോമൺ ആണ് ഇവിടെ, പക്ഷേ ലക്ഷദ്വീപിൽ അങ്ങനെ നമ്മൾ ചെയ്യലില്ല. അപ്പം അവിടെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് ബേസിക്കായിട്ട് പറഞ്ഞു തരാം. പൊതുവേ രസത്തിൽ തക്കാളി ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന എനിക്ക് വലിയ താല്പര്യമില്ല. ആക്ച്വലി ഹോട്ടലുകളിൽ കിട്ടുമ്പോൾ, കുടിക്കാനായിട്ട് കിട്ടുമ്പോൾ അങ്ങനെ അധികം തക്കാളി ഒന്നും കാണലില്ല. പക്ഷെ വീടുകളിലൊക്കെ വെക്കുമ്പോൾ ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, തക്കാളി കംപ്ലീറ്റ്ലി പേസ്റ്റ് ആക്കി എടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ട് ലേശം എണ്ണ, വളരെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് കടുക് താളിക്കുക, വറ്റൽമുളക്, കരിവേപ്പില, എന്നിട്ട് ഈ തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ദെൻ നമുക്ക് രസത്തിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും. യു ക്യാൻ യൂസ് ദാറ്റ്. ഓർ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇച്ചിരി പെപ്പർ, ക്യുമിൻ സീഡ്, പിന്നെ ഗാർലിക്, ഇത് മൂന്നും മിക്സിയിൽ നന്നായിട്ട് ചതച്ചെടുക്കുക. പേസ്റ്റ് ആക്കണ്ട ഓവർ. എന്നിട്ട് ഇത് ഈ കറിയിലേക്ക്, അതായത് രസത്തിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കുക. അപ്പോൾ തിളപ്പിക്കുന്ന സമയം വാട്ട് വി ക്യാൻ ഡു ഈസ് വെണ്ടക്ക എടുക്കുള്ള പ്രിപ്പറേഷനും ബാക്കി ചെമ്മീൻ്റെ മാരിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ ഇങ്ങനെ ഒരു പ്ലാനിങ്ങും ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് ജേർണിയിൽ ഞാൻ നേരത്തെ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് മെനി ഓഫ് us ഡു ദ സെയിം. ഇപ്പം നമ്മൾ യൂട്യൂബ് വീഡിയോ ഇല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റോ കേട്ടിട്ട് അതിലൂടെ ഇൻസ്പയർ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. അപ്പോൾ ദ മിസ്റ്റേക്ക് വാട്ട് ഐ ഡിഡ് വാസ്, എന്താ പറയുക, നമ്മൾ അത് കോപ്പി ചെയ്യാൻ നോക്കും. സി, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എല്ലാവരുടെയും ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള ഡേ ടു ഡേ ലൈഫ് വ്യത്യാസം ഉണ്ടാവും.
എന്നെ സംബന്ധിച്ചോളം മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ആം അറ്റ് ഹോം. പിന്നെ ഐ എം ഇൻടു ബിസിനസ്. പിന്നെ എനിക്കൊരു മോളുണ്ട്. ഹാവ് എ ടോഡ്ലർ അറ്റ് ഹോം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും എൻ്റെ കംപ്ലീറ്റ് പ്ലാനിങ്ങും. ഇപ്പം 2.5 ഇയേഴ്സ് ഉള്ളൂ മോൾക്ക്. അപ്പം ലൈക്ക് ഐ വിൽ ബി അറൗണ്ട് ഹെർ മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പം അതിനനുസരിച്ച് അവരുടെ എണീക്കുന്ന സമയം, ഇഴക്കുന്ന സമയം, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ, അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ കുറച്ചുകൂടി ചെറിയ ബേബി ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ, നിങ്ങളുടെ ഫ്രീ ടൈം എങ്ങനെയാണ് വരുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്കുള്ള സ്റ്റെപ്സ് വേണം ചെയ്യാനായിട്ട്. മിക്ക ആൾക്കാരും ഒരു എന്താ പറയുക, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചാലും ചെയ്യാൻ പറ്റാത്ത മിക്ക ആൾക്കാരുടെ ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യാൻ ആ ഒരു തോട്ടല്ലേ, അതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചെറിയതായിട്ട് ഒരു ലൈക്ക് 2 മിനിറ്റ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. 2 മിനിറ്റ് റൂൾ അല്ലെങ്കിൽ 5 മിനിറ്റ്സ് റൂൾ. അപ്പോൾ ഒരു 2 മിനിറ്റത്തേക്ക് ആദ്യം ഒരു 1 വീക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മടിയും ഉണ്ടാവില്ല. 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഏത് കാര്യമാണെങ്കിലും 2 മിനിറ്റത്തേക്ക് ചെയ്യുക. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ കുക്കിംഗ് ആൻഡ് എവറിത്തിങ്. പക്ഷേ ഇപ്പോൾ ലോണ്ട്രി ആയിക്കോട്ടെ, അതായത് തുണി മടക്കുന്ന സംഭവങ്ങളിലെല്ലാം അത് നമ്മൾ ചിലപ്പം മടി പിടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ മടക്കാതെ കുറേ നാളത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് ഫോർ 2 മിനിറ്റ്സ്, ദെൻ നെക്സ്റ്റ് ഡേ ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു 2 മിനിറ്റിൽ കഴിയുമുള്ള ഒരു നമ്മുടെ ഒരു മൈൻഡ് ഉണ്ടല്ലോ, എല്ലാം നമ്മുടെ ഈ ബ്രെയിനും നമ്മുടെ മൈൻഡ് വെച്ചിട്ടല്ലേ നടക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഒത്തിരി ഉണ്ടല്ലോ ഇനിയിപ്പോൾ ചെയ്ത് തീരാനാണുള്ള ഒരു തോട്ടാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് എല്ലാം ആയിട്ടുണ്ട്. ഞാൻ ഊറ്റിയെടുക്കലാണ് സംഭവം. പിന്നെ നമ്മൾ ബാക്കിയുള്ള പ്രിപ്പറേഷൻ, അതായത് റോസ്റ്റിലേക്കും വെണ്ടയ്ക്കും ഉള്ള പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. വെണ്ടയ്ക്കയുടെ റെസിപ്പി ഞാൻ പറഞ്ഞ് തരുന്ന ആവശ്യമില്ലെന്ന് തോന്നുന്നു. ബേസിക് ഉപ്പ്, മഞ്ഞൾ, പിന്നെ സവോള, ബാക്കി താളിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ തന്നെയാണ്. പിന്നെ ഈ റോസ്റ്റ് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഈ ഒരു പ്രോൺസ് റോസ്റ്റിൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ബേസിക് ആദ്യം താളിക്കുക, കടുക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ വെച്ചിട്ട്, എന്നിട്ട് സവോള ഇട്ടിട്ട് സവോള നന്നായിട്ട് എന്താ പറയുക, സ്റ്റിർ ഫ്രൈ വഴറ്റിയെടുക്കുക, നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ. ഓക്കെ, എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബേസിക് ആയിട്ടുള്ള മസാലാസ് അല്ലേ, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അത് മതി. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ചെമ്മീൻ്റെ വെള്ളം ഇറങ്ങി വരും. ലോ ഫ്ലെയിമിൽ ആദ്യം വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ്സ് ഒന്നും ആവശ്യമില്ല. ചെമ്മീനൊന്നും വലിയ സമയം എടുക്കുന്നതല്ലല്ലോ, പിന്നെ അത്ര വലിയ ചെമ്മീനൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന്, നമുക്ക് ഏതൊരു കൺസിസ്റ്റൻസിയാണോ വേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കുറച്ചുകൂടി തിക്ക് ഗ്രേവി വേണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ലൂസ് വേണം, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, ഡ്രൈ റോസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദാ നമ്മുടെ ലഞ്ചും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട്, അതായത് കിച്ചണിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്കിലേക്ക് നമ്മുടെ ഒരു എന്താ പറയുക, പേഴ്സണൽ ആയിട്ടുള്ള, ഓരോരുത്തർക്കും ഇത് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതിനുള്ള സമയം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇഫ് യു ആർ ഓൾസോ ഫീലിംഗ് സ്റ്റക്ക്, try to sort the things which you're currently doing and then go and add new things to your life. ന്യൂ ഹാബിറ്റ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനുള്ള സംഭവങ്ങൾ നമ്മളൊന്ന് സെറ്റ് ആക്കാൻ നോക്കുക. ഹോപ്പ് ദിസ് ഹെൽപ്പ് ആൻഡ് ദിസ് ഹൗ ഐ ഡു ഇറ്റ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. See you in the next vlog. Thank you for watching. Please do like, share and subscribe. Thank you for watching. Bye.